വലിയ ലോകത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ധനുമാസത്തിലെ തിരുവാതിര. ദീർഘമംഗല്യത്തിന് ഏറ്റവും ഫലപ്രദമായ വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം. ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. ശിവപാർവതി വിവാഹ ദിവസമായും അറിയുന്നതാണ്. കാമദേവന് ശിവൻ പുനർജന്മം നൽകിയ ഈ ദിവസത്തെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. ആദ്യമായി തിരുവാതിര വ്രതം നോറ്റത് ശ്രീ പാർവതി ദേവി തന്നെയാണ്. കന്യകമാർ ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുന്നതിനും വിവാഹിതരായ സ്ത്രീകൾ ഭർതൃക്ഷേമത്തിനും കുടുംബ ഐശ്വര്യത്തിനായും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നു. എന്താണ് തിരുവാതിരയുടെ ഐതിഹ്യം? ദക്ഷയാഗത്തിൽ ക്ഷണിക്കാതെ പോയ സതീദേവിയെ ദക്ഷൻ അപമാനിച്ചു. അതിൽ മനംനൊന്ത സതീദേവി ദേഹത്യാഗം ചെയ്തു. ഈ വിവരമറിഞ്ഞ ഭഗവാൻ പരമേശ്വരൻ ദക്ഷനെ വധിക്കുകയും ചെയ്തു. പിന്നീട് പരമശിവൻ ഹിമാലയത്തിൽ പോയി നീണ്ട തപസ് അനുഷ്ഠിച്ചു. സതീദേവിയെ പാർവതിയായി പുനർജനിച്ച് ശ്രീ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കാൻ പിതാവിന്റെ അനുഗ്രഹത്തോടുകൂടി മഹാദേവനെ പൂജിക്കാനും തപസ് ചെയ്യുവാനും തുടങ്ങി. ഈ സമയത്താണ് താരകാസുരന്റെ ഉപദ്രവത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ ദേവന്മാർ കാമദേവനോട് ശിവനെയും പാർവതി ദേവിയെയും ഒന്നിപ്പിക്കാൻ അഭ്യർത്ഥിച്ചത്. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് തപസ്സനുഷ്ഠിക്കുകയായിരുന്ന പരമശിവന് നേരെ കാമദേവൻ പുഷ്പബാണം അയച്ചു. ഇതോടെ ശിവന്റെ യോഗനിദ്രയ്ക്ക് തടസ്സം വന്നു. അതിനു കാരണക്കാരനായ കാമദേവനെ പരമശിവൻ മൂന്നാം തൃക്കണ്ണു തുറന്ന് കോപാഗ്നിയിൽ ദഹിപ്പിച്ചു. ഭർത്താവിന്റെ വിയോഗത്താൽ ദുഃഖിതനായ കാമദേവന്റെ പത്നി രതിദേവിയും ഊണും ഉറക്കവുമില്ലാതെ വിലപിക്കുകയും ശ്രീപാർവതി ദേവിയോട് സങ്കടമുണർത്തിക്കുകയും ചെയ്തു. രതിദേവിയുടെ വിലാപത്തിൽ ദുഃഖിതയായ പാർവതി ദേവിയും ജലപാനങ്ങൾ ഉപേക്ഷിച്ച് പരമശിവനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എല്ലാവരുടെയും പ്രാർത്ഥനയിലും വ്രതാനുഷ്ഠാനങ്ങളിലും സംപ്രീതനായ പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചു. അതൊരു മകീരം നാളിലായിരുന്നു. തുടർന്ന് അദ്ദേഹം പാർവതി ദേവിയിൽ അനുരക്തനാകുകയും ദേവിയെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു. വിവാഹത്തിൽ പാർവതി ദേവി ആനന്ദിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് മകീരവും തിരുവാതിരയും ചേർന്ന നാളിൽ തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം. മക്കളുടെ ഐശ്വര്യത്തിനും പുണർദം നാളിലെ വ്രതം സഹോദരങ്ങൾക്കും വേണ്ടിയുമാണ് ആചരിക്കുന്നത്. തിരുവാതിരയിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് പാതിരാപ്പൂ ചൂടൽ. തിരുവാതിര നക്ഷത്രം രാത്രിയിൽ വരുന്ന ദിവസമാണ് ഉറക്കമിളക്കേണ്ടത്. തിരുവാതിര വ്രതത്തിൽ ഏറെ വിശേഷപ്പെട്ട ഒന്നാണ് പാതിരാപ്പൂ ചൂടൽ ചടങ്ങ്. ദശപുഷ്പങ്ങൾ തലയിൽ ചൂടുന്ന ചടങ്ങാണിത്. പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങിൽ ഓരോ പുഷ്പങ്ങളും എടുത്ത് അവയുടെ ദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും പൂ ചൂടാം. ഓരോ പുഷ്പം ചൂടുന്നതിലും ഓരോ ഫലങ്ങളാണ് ഉള്ളത്. തിരുവാതിര നോയമ്പിൽ അരി ആഹാരം ഉപയോഗിക്കാൻ പാടില്ല. ചേന, ചേമ്പ്, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുചേമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, നേന്ത്രയ്ക്ക എന്നിവ കനലിൽ ചുട്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന നൈവേദ്യം പ്രസാദമാണ് അന്നേ ദിവസം കഴിക്കണം. ഈ നൈവേദ്യത്തിന് എട്ടങ്ങാടി എന്നാണ് പറയുന്നത്. മകീരം നക്ഷത്ര ദിവസം സന്ധ്യാസമയം വരുന്ന സമയത്താണ് എട്ടങ്ങാടി നിവേദിക്കേണ്ടത്. ഗണപതി, പാർവതി, പരമശിവൻ എന്നീ ദേവതകൾക്ക് എട്ടങ്ങാടി നിവേദിക്കണം. ഗോതമ്പ്, കൂവ കുറുക്കിയത് മുതലായവയൊക്കെയാണ് കഴിക്കാവുന്നത്. നേന്ത്രക്കായും കിഴങ്ങുകളും വൻ പയറുമെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന തിരുവാതിര പുഴുക്കും വിശേഷമാണ്. തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന വിവാഹിതരായ സ്ത്രീകൾ ഓം ശിവശക്തിഐക്യ രൂപിണ്യേ നമഃ എന്ന മന്ത്രം 108 ജപിക്കുന്നത് ദാമ്പത്യ ക്ലേശങ്ങൾ അകലാനും ഒരുമയ്ക്കും കുടുംബ ഭദ്രതയ്ക്കും വളരെ നല്ലതാണ്. വിവാഹിതരല്ലാത്ത സ്ത്രീകളും പെൺകുട്ടികളും ഓം സോമായ നമ എന്ന മന്ത്രം 108 തവണ തിരുവാതിര വ്രതത്തിൽ ജപിക്കുന്നതും ഇഷ്ടഭർതൃപ്രീതിക്ക് ഉത്തമമാണ്. അവിവാഹിതരായ പുരുഷന്മാർ ഓം ഉമ മഹേശ്വരായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്.
പഞ്ചാക്ഷരി മന്ത്രം, ശിവസഹസ്രനാമം, ശിവപുരാണം, ഉമാമഹേശ്വര സ്തോത്രം മുതലായവ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർ പാരായണം ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. എല്ലാവർക്കും തിരുവാതിര വ്രത ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ ഗുഡ് ഡേ.